നൽകുക. അതുപോലെ തന്നെ ഈ സാദാത്യങ്ങളെ അവരുടെ മദത് കരസ്ഥമാക്കാൻ ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ ഒരു അവസരം ഉണ്ടാക്കി തരിക എന്ന സതുദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഈ വർഷത്തെ ഉറൂസ് മുബാറക്കും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 29, 30, 31 തീയതികളിലായി വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിക് വില്ലേജിന്റെ ഗ്രൗണ്ടിൽ വളരെയധികം പ്രൗഢമായി കൊണ്ട് തന്നെ അരങ്ങേറുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ പ്രചരണ ജാഥയുടെ മുഖ്യ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നാം ഏവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ സംഘടനയായ നമ്മുടെ മതബോധവൽക്കരണത്തിന്റെ ഉത്തമ ഉറവിടം കൂടിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ കൂടി ഒരു പ്രചാരണം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, പാണക്കാട് തങ്ങന്മാരെ പറ്റി നമുക്ക് പറയാനാവുമ്പോ ഒരു 100 നാവുണ്ടായിരിക്കുന്നതാണ്. കാരണം പാണക്കാട് തങ്ങന്മാർ നമ്മുടെ കൽബിലെ ഓരോരുത്തരുടെയും കൽബിൽ ഒരു സ്ഥാനം നമ്മൾ പാണക്കാട് തങ്ങന്മാർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്തേ, ഈ മലപ്പുറം ജില്ലയിൽ എന്നില്ല, ഈ കേരളീയ സമൂഹത്തിലെ മുസ്ലിം എന്നില്ല, ക്രൈസ്തവൻ എന്നില്ല, ഹിന്ദു എന്നില്ല, ഇവരുടെ ഏവരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക, അതിനുത്തമമായ മാതൃകകൾ കാണിച്ചു കൊടുക്കുക, ഇതെല്ലാമാണ് പാണക്കാട് സാദാത്യങ്ങൾ നമുക്ക് ചെയ്തു തന്നത്. ഇന്നും നമ്മൾ പാണക്കാട് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സയ്യിദിന്റെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മെ കേൾക്കാൻ, നമ്മെ കാതോർത്തിരിക്കാൻ അവർ തയ്യാറാണ്. അവർ അതിന് ബദ്ധശ്രദ്ധ പുലർത്തുന്നവർ കൂടിയാണ്. എന്തേ ഇങ്ങനെയായത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരാണ് അവരെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരോട് നന്മ പുലർത്തൽ നമ്മുടെ ബാധ്യതയാണ്. അവരെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഇബാദത്തിനോട് തുല്യമായ ഒരു കാര്യം കൂടിയാണ്. ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. അംബിയാക്കളെ സ്മരിക്കൽ ഇബാദത്തും സാലിഹീങ്ങളെ സ്മരിക്കൽ പാപമോചനത്തിനുള്ള കാരണവുമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രചരണ ജാഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സാലിഹീങ്ങളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ സ്നേഹിക്കുക, അവരെ സ്മരിക്കുക എന്ന് മാത്രം കൂടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് വളരെയധികം നല്ല രീതിയിൽ ഈ പ്രചരണ ജാഥക്ക് സ്വീകരണം നൽകിയ നാട്ടുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങളിലെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജോലിയിലും കൂലിയിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രചരണ ജാഥയെ ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CT അഷ്റഫ് സാഹിബ് 2 വാക്ക് സംസാരിക്കുന്നു. മുഹമ്മദ് സിനാൻ PK സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിൻ ബിറളാഹി അമ്മാ ബഅദ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ തയ്യോടിച്ചിറ മക്കാം സിയാറത്തോടു കൂടി പ്രയാണം ആരംഭിച്ച ഈ വാഹന ജാഥ അമേരിക്കാട് സെൻട്രൽ റോഡ് അമേരിക്കാട് കൂടി അവസാനിക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആത്മീയപരമായും സാമൂഹികപരമായും ദിശാബോധം നൽകി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകിയ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഈ പ്രചരണ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിങ്കല്ലത്താണി ഖുർആനിക് വില്ലേജിലെ വിദ്യാർത്ഥി സംഘടന സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ ഈ വാഹന ജാഥ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിനെ വളരെ നല്ല രീതിയിൽ ഊഷ്മളമായി സ്വീകരണം നൽകിയ ഈ നാട്ടിൽ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.